ഹലോ. 3-4 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡിപ്രഷനെ കുറിച്ച് സംസാരിച്ച് വൈറലായ ഒരു മലയാള നടിയുണ്ട്. അതിനെതിരെ ഒരുപാട് പരാമർശങ്ങളും ഒരുപാട് കമൻസും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു നടിയുടെ ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പേര് വെച്ചിട്ടോ റീച്ച് ഉണ്ടാക്കാനോ വൈറലാവാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ആ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് വട്ട് എന്നുള്ള ഒരു സിറ്റുവേഷന് ഇപ്പോൾ ഡിപ്രഷൻ എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളത്. എന്ത് ബേസിസിലാണ് അത് പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പേര് ആത്മഹത്യകളായാലും അല്ലെങ്കിൽ മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ഈ ഡിപ്രഷൻ, സ്ട്രെസ്സ്, ആങ്സൈറ്റി ഈ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളത്. അതുപോലെ ഒരു പണിയും ജോലിയും ഇല്ലാത്ത ആൾക്കാർക്കാണ് ഡിപ്രഷൻ വരിക എന്ന് പറഞ്ഞു. അതും എന്ത് ബേസിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. കാരണം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ തന്നെ പല ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് എല്ലാവരും പങ്കുവെച്ചൊരു കാര്യമാണ്, ഉയർന്ന ജോലിയിലിരിക്കുന്ന ഈ പല ആൾക്കാരുമാണ് ഈ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ളത് അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ന്യൂസുകളും ഇത്രയും സോഷ്യൽ മീഡിയയിലുള്ള വിവരങ്ങളും എല്ലാം അറിയുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യം പറയുമ്പോഴും അവരുടെ ചിരിയായിരുന്നു നമ്മൾ അതിശയിപ്പിക്കുന്നത്. അത്രയും വൾഗറായിട്ട് ചിരിക്കാൻ പറ്റുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും കണ്ടതാണ് ആ നടിയിൽ. കാരണം ഒരാളുടെ ഡിപ്രഷൻ എന്നുള്ള അല്ലെങ്കിൽ അത്രയും മെൻ്റലി നമ്മൾ ഡൗൺ ആയി നിൽക്കുന്ന ഒരാളുടെ സിറ്റുവേഷനെ കുറിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് സമ്മതിക്കണം. നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ നാളെ ഈ ഒരു സ്റ്റേജ് വരാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരാം. നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാവുക, അതുപോലെ മനസ്സിലാക്കാൻ തയ്യാറാവുക. അതുപോലെ ഈ നടിയോട് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും ഒരാളെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരാൾ ഈ ഇൻ്റർവ്യൂ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഓരോ വേർഡ്സും അവരെ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കി പുതിയൊരു വീഡിയോ ആയിട്ട് ആൾ വരും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.